സൂം ലെൻസുകളുടെ അന്വേഷണം തുടരുന്നു. ഒരു കാര്യം ഓർക്കണം, സിനിമയേക്കാൾ സൂം ലെൻസുകൾ ഉപയോഗിക്കുന്ന മറ്റ് മേഖലകളുണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ശാസ്ത്ര ഗവേഷണ രംഗം, സ്പോർട്സ്, അങ്ങനെ പല മേഖലകളിൽ സൂം ലെൻസിന് സിനിമയേക്കാൾ ഉപയോഗങ്ങളുണ്ട്. പലപ്പോഴും ഈ മേഖലകളുടെ ആവശ്യാർത്ഥം വികസിപ്പിച്ചെടുത്ത സൂം ലെൻസുകളാണ് പിന്നീട് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ക്യാമറയിൽ ഈ ലെൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തെ കാഴ്ചയെ ആ ക്യാമറയുടെ ഉള്ളിലുള്ള ആ ചിത്രത്തെ രേഖപ്പെടുത്തുന്ന ഒരു നെഗറ്റീവ് ഫിലിമായാൽ അതിൻ്റെ ഒരു ഫ്രെയിമിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാനോ, അതല്ലെങ്കിൽ ഈ കാലത്തുള്ള ഡിജിറ്റൽ ക്യാമറകളിലെ പിന്നെ ചിത്രത്തെ രേഖപ്പെടുത്താനുള്ള സെൻസറുകൾ, CCD അല്ലെങ്കിൽ CMOS സെൻസറുകൾ എന്ന് പറയുന്ന സെൻസറുകളേക്ക് ഈ ചിത്രത്തെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്, രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ലെൻസിൻ്റെ ഒരു ആവശ്യം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്കോപ്പ് ലെൻസസ് ആണ്. ഹോക്കിൻ്റെ സ്കോപ്പ് ലെൻസസിനെ കുറിച്ചും മാക്രോ ലെൻസസിനെ കുറിച്ചാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് തരുൺ സാറിനോട് ചോദിക്കാം. These lenses are made in Germany by a company called Vantage, which their brand name is Hawk. It is a very popular and extremely good lenses. ലെൻസ് ഡിസൈനിൽ വളരെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ റഷ്യൻസാണ്. റഷ്യയിലെ ലോമ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി സിനിമാസ്കോപ്പ് ലെൻസസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ലോമ ലെൻസസിൻ്റെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ്. പക്ഷേ അവരുടെ മാനുഫാക്ചറിങ് ക്വാളിറ്റി അത്ര നല്ലതല്ല. പിന്നീട് ലോമ കമ്പനീനെ ഡിസൈൻ ഒരു ബ്രിട്ടീഷ് കമ്പനിക്കാർ വാങ്ങിച്ചിട്ട് ഈ ലെൻസ് മാനുഫാക്ചറിങ്ങിൽ മിടുക്കന്മാരായ ജർമ്മൻ കമ്പനിക്കാരെ കൊണ്ട് അങ്ങനെ ജർമ്മൻ ആൻഡ് റഷ്യൻ കൊളാബറേഷനിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന ലെൻസാണ് ഹോക്ക് എന്ന് പറയുന്ന ലെൻസ്. ഇത് സ്കോപ്പ് ലെൻസസ് ആണ്. സ്കോപ്പിൽ ഇപ്പോൾ പുതിയ ട്രെൻഡ് നമ്മൾ നേരത്തെ കണ്ട മാസ്റ്റർ പ്രൈം ലെൻസസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്ത് ആ ലെൻസസ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രൊജക്ഷൻ സ്കോപ്പിലായതുകൊണ്ട് സ്കോപ്പിലേക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്താണ് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ഡയറക്റ്റ് സ്കോപ്പിൽ ഷൂട്ട് ചെയ്ത് സ്കോപ്പിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ അതെന്തായാലും ആ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും. ഹോക്കിൻ്റെ ലെൻസസാണ്, സ്കോപ്പ് ലെൻസസാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് 35 mm-ൻ്റെയാണ്, ഇത് 55 mm ലെൻസാണ്, ഇത് 80 mm, ഇത് 110, ഇത് 100 in V+. ബോംബെയിൽ ഷൂട്ട് ചെയ്യുന്ന ജെയിംസ് എന്നൊക്കെ പറഞ്ഞ പടത്തിൽ ഏറ്റവും അധികം യൂസ് ചെയ്തിട്ടുള്ളൊരു ലെൻസാണ് ഈ 900 ഹോക്ക്. ഒരു ബ്ലോക്ക് ലെൻസ് ആയതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ചും ഈ ജെയിംസ് സിനിമയൊക്കെ ഒരു പുതിയൊരു ആക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയായിരുന്നു. ആൾക്കാരെ ഭയങ്കര ഹാൻഡ്സമായിട്ട് അതിൻ്റെ നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള എല്ലാ ചെറിയ ഡീറ്റെയിൽസിനെയൊക്കെ ക്ലീൻ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ലെൻസാണ് അത്. അതേസമയം തന്നെ നമുക്കിത് വലിയ ലാൻഡ്സ്കേപ്സ് ഷൂട്ട് ചെയ്യാനും പറ്റും. അടുത്ത് മാക്രോ ലെൻസസ് ആണ്. മാക്രോ ലെൻസിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. തരുൺ സാർ അത് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. ഇത് അധികവും യൂസ് ചെയ്യുന്നത് ഇതൊരു മാക്രോ ലെൻസാണ്. ഇത് അധികവും യൂസ് ചെയ്യുന്നത് ആഡ് ഫിലിംസിൽ, ആഡ് ഷൂട്ടിനാണ്. ഇതിൽ പ്രോഡക്ട്സിൻ്റെ ഷോട്ട്സ് എടുക്കാനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. സൂം ചെയ്യുമ്പോൾ നമ്മൾ അതിനടുത്തേക്ക് പോകും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയെ കുറയ്ക്കുകയാണ് ചെയ്യുക, ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുക വിഷ്വലിൻ്റെ. മാക്രോ ലെൻസിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ഷോട്ട് എടുക്കുമ്പോൾ ആ പ്രോഡക്റ്റ് മാഗ്നിഫൈ ചെയ്യപ്പെടുകയും അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ നന്നാവും. This is also from the same from Carl Zeiss company and the same Master Prime family. ആരി മാസ്റ്റർ മാക്രോ എന്നാണ് ഇതിൻ്റെ പേര്. 10 ഇരട്ടി മാഗ്നിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഡോട്ട് പെൻ ആണ് എങ്കിൽ അതിന് 10 times മാഗ്നിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും. മറ്റേ സൂം ലെൻസ് ഒരു പ്രോഡക്റ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, ഇത് ഇങ്ങോട്ട് എൻലാർജ് ചെയ്ത് അടുപ്പിക്കും. അപ്പോൾ അത് കൂടുതൽ ഈ പ്രോഡക്റ്റിനെ കാണുന്ന കാഴ്ചക്കാരുടെ അടുത്തേക്ക് അടുപ്പിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഡർണ സെറൂറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ക്ലോസപ്പ് ഓഫ് ആൻ ഐ കാണിക്കാനായിട്ട്, ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഐറിസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഞെട്ടൽ കാണിക്കുന്ന ഒരു സംഭവത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് സെയിം ഫങ്ഷൻ ഉള്ള മാക്രോ ലെൻസാണ്. കുറേ കൂടി ഹാൻഡിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് 2.8 to 100 mm ആണ്. 2.8 to 100 mm ആണ്. പ്രൊഡക്റ്റ് ഷോട്ട്സിനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്.